അറിയും. എല്ലാവർക്കും ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് സ്വാഗതം. ഇന്നലത്തെ പ്രഭാഷണത്തിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ, അതിലൊന്ന് 17-ാമത്തെ ശ്ലോകത്തിൽ യസ്യനാഹങ്കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തി ന നിപത്യതേ. അവൻ ലോകത്തെ കൊല്ലുന്നുവെങ്കിലും, ലോകത്തെ ഹനിക്കുന്നുവെങ്കിലും ആ ഹനിക്കുന്നതിൻ്റെ അതിൽ ഫലകാംക്ഷയിൽ ന ലിപ്യതേ, അതവനിൽ ലേപനം ചെയ്യിക്കുന്നില്ല ജ്ഞാനിയിൽ. ഇതൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ഒന്നത്. മറ്റൊന്ന്, ഈ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ എങ്ങനെയാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുടെയൊക്കെ അധിഷ്ഠാന ദേവതകൾ, അതെങ്ങനെയാണ് വേദാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതും ഈ സന്ദർഭത്തിൽ വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്നുള്ള തീർച്ചയായിട്ടും നമുക്കും തോന്നിയിട്ടുണ്ട് അത്. അപ്പോൾ ആദ്യം ഇവിടെ പറയുന്ന ഞാൻ ചെയ്തവനാകുന്നു എന്നറിവ് യാതൊരുവനില്ലയോ, ഇതാണ് ഈ ഒരു ഫിലോസഫി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത ഒരു യുദ്ധഭൂമിയെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം അവിടെ ദുര്യോധനനെ അവതരിപ്പിക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ പറഞ്ഞ ബുദ്ധിശൂന്യനാണ്. ആ ബുദ്ധിശൂന്യനായിട്ടുള്ളവനാണ് ഇതിൽ ആത്മാവിൽ ഇത് ആരോപിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അർജുനൻ ഈ എന്താ പറയുക, ദുര്യോധനൻ. പക്ഷെ അർജുനൻ ദുര്യോധനെ പോലെയല്ല. അർജുനന് സംശയങ്ങളുണ്ട്, ഇത് ചെയ്യാമോ. അർജുനന് ഒരിക്കലും ദുര്യോധൻ്റെ അവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല. അർജുൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ താഴേക്കല്ല, മുകളിലേക്ക്, ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ധൃതരാഷ്ട്രനിൽ നിന്ന് ആരംഭിച്ച് സഞ്ജയനിൽ നിന്ന് അർജുനനിലൂടെ ഭഗവാനിലേക്ക്, അതാണ് അതിൻ്റെ ആ യാത്രയുടെ വഴി. അപ്പം ഇവിടെ ചിന്താശൂന്യൻ ആയിരിക്കുന്ന ദുര്യോധനും ഇവിടെ ഭഗവാൻ ജ്ഞാനിയെ ഭഗവാനെ അവതരിപ്പിക്കുമ്പോൾ നൈവ കുർവൻ നൈവ കാരയൻ എന്ന് പറയുന്ന സമയത്ത് ചിന്താരഹിതനാണ്. രണ്ടും രണ്ടാണ്. അപ്പം അവിടെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വ്യവഹാരമെടുക്കാം. നമ്മളിൽ ഒരാൾക്ക് നമ്മൾ ഈ ജോലി സ്വീകരിക്കാതിരിക്കാം, അത് വേറെ കാര്യം. ആരച്ചാരുടെ ജോലിയാണെന്ന് ഇരിക്കട്ടെ, അതൊരു ജോലിയാണല്ലോ. ഇതൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു ജോലി ഉണ്ട്. എന്താ ആളുടെ ജോലി? മരണം വരെ തൂക്കിലിടാൻ വിധിച്ച ഒരാളെ കോടതി അനുശാസിക്കുന്ന പ്രകാരത്തിൽ ഒരു കറുത്ത തുണി കൊണ്ട്, മൂടുപടം കൊണ്ട് മുഖം മറച്ച്, അതിന് പ്രത്യേകം തയ്യാറാക്കുന്ന ആ കയർ കഴുത്തിൽ കുരുക്കി ഒരു പ്രത്യേക പീഠത്തിൽ കൊണ്ടുപോയി നിർത്തി ആ ലിവറിനെ വലിക്കുക. അപ്പോഴെന്താ, ആ പീഠം അവിടുന്ന് അങ്ങോട്ട് നീങ്ങും. തൂങ്ങി മരിക്കുന്നതിന് പകരം തൂക്കി കൊല്ലുന്നു. അങ്ങനെ മരണം വരെ ഡോക്ടർ വന്ന് ഉറപ്പുവരുത്തും. ഈ അമേരിക്ക പോലുള്ള നാടുകളിലൊക്കെ പണ്ടല്ല എപ്പോഴും ഉണ്ട് തോന്നുന്നുണ്ട്, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. അത് അതികഠിനമായിട്ടുള്ള ഒന്നാണ്. ഒരു ഇലക്ട്രിക് ചെയറിൽ ഇരുത്തിയിട്ട് തലയുടെ ഈ ഭാഗം ഷെയ്വ് ചെയ്ത് അവിടെ ഐസ് വയ്ക്കും. ഐസ് വെച്ച് കവർ ചെയ്ത് അതിൻ്റെ ഇവിടെയാണ് ഷോക്ക് വെക്കുന്നത് തന്നെ. ആ വയർ അതൊക്കെ കണക്ട് ചെയ്ത് കൈയും കാലും ഒക്കെ മുറുക്കി വെച്ചിട്ടാണ് ഈ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ നോക്കും മരിച്ചോ. അങ്ങനെ മരിക്കുന്നത് വരെ ഇത് കൊടുക്കും, ഹൈ വോൾട്ടേജ്.
അപ്പോൾ ഇതാണ് ജോലി. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ജോലിയാണ് മിലിറ്ററി. ചിലപ്പോൾ കൂട്ടത്തോടു കൂടി ആളുകളെ വെടിവെച്ച് കൊല്ലേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ കർമ്മം അയാളിൽ ലേപനം ചെയ്യിക്കാതിരിക്കണമെങ്കിൽ കുറേ കള്ളു കുടിച്ചത് കൊണ്ടോ വേറെ എന്തെങ്കിലും ആലോചിച്ചത് കൊണ്ടോ തീരുമോ? ഇല്ല. ഇങ്ങനെ ആ കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായൊരു ഡിറ്റാച്ച്മെൻറ്റ്, ഞാനല്ല ഇത് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, ഇതെൻ്റെ ഒരു ജോലിയാണ്, ഞാനല്ലെങ്കിൽ വേറൊരാൾ ചെയ്യും. അങ്ങനെ ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ഭഗവാൻ പറഞ്ഞത് എന്താണ്? ന ലിപ്യതേ ഫലേന ന ബധ്യതേ. അയാളെ അത് ബാധിക്കുന്നില്ല. കാരണം അയാളും ഈ ആളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അയാൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഭാരച്ചാരുടെ ജോലി അങ്ങേയറ്റം സങ്കീർണമാർന്നതാണ് എന്ന് നമുക്ക് ആലോചിക്കുമ്പം ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ പോവില്ലായിരിക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ പോകാത്തതുകൊണ്ട് ജോലി അവിടെ ഇല്ലാതെയാവില്ലല്ലോ. അങ്ങനെ ഒരാൾക്ക് ആ കർമ്മം ചെയ്യേണ്ടി വരുന്നു എങ്കിൽ, ആ കർമ്മം അയാളെ ലേപനം ചെയ്യിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആ ജോലിക്ക് പോവില്ല എന്ന് പറയുന്നത്? നമ്മളെ അത് ലേപനം ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്നെ കൊണ്ടത് പറ്റില്ല, കാരണം എനിക്ക് അതിലൊരു കർത്തൃത്വമുണ്ട്. അപ്പോൾ ആരച്ചാരുടെ ജോലി ഒരു കർത്തൃത്വവും ഇല്ലാതെ ചെയ്യുന്നത് പോലെ നമ്മുടെ എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതിന് അക്ഷരാർത്ഥത്തിൽ ആളെ കൊല്ലുക എന്നുള്ള ഇതൊന്നുമില്ല. ഇത് നിങ്ങളെ അപ്പോൾ പിന്നെ കർമ്മങ്ങൾ, സത്കർമ്മങ്ങളാവട്ടെ ദുഷ്കർമ്മങ്ങളാവട്ടെ, ദുഷ്കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ഇത്തരം ജ്ഞാനികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷെ നമ്മളതിനെ ഉദാഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്ത ചെയ്യുമ്പോൾ അതും ഇവിടെ വിഷയമാണ്. അതുകൊണ്ട് ഭഗവാൻ കടത്തി പറഞ്ഞു. അവന് ലോകത്തെ ഹനിക്കേണ്ടി വന്നാൽ പോലും ഹത്വാഭി നഹന്തി, കൊല്ലുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു കൊല്ലലിൻ്റെ കഥ. ഇതിനെയാണ് ശ്രീമദ് ഭാഗവതം പോലുള്ളതിൽ ലീല എന്ന് പറയുന്നത്. ഇതിനെയാണ്. എന്താ ഈ ലീല എന്ന് പറഞ്ഞാൽ? ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ലീലകൾ എന്ന് പറഞ്ഞാൽ എന്താ? സംഘമില്ലാത്ത കർമ്മങ്ങൾ എന്നാണ് ലീലകളുടെ സാരം. ഞാനെന്നും എൻ്റേതൊന്നുമില്ല. ഇത് കൃഷ്ണൻ വെളിവാക്കുന്ന ഒരു സന്ദർഭം ഭാഗവതത്തിലുണ്ട്, ദശമസ്കന്ധത്തിൽ. എവിടെയാണെന്നാണെങ്കിൽ രാസലീലയിൽ. അവിടെ കൃഷ്ണൻ ഗോപികമാർക്കൊപ്പം എല്ലാ വിധത്തിലുള്ള കാമകേളികളിലും ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ കാമകേളികളുടെ ഒരു ചെറിയ സംക്ഷിപ്തമായ ഒരു വിവരണം നൽകുന്നുണ്ട്. എന്നിട്ട് അതിനെ മുഴുവൻ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വരിയാണത്, ഒരു അരവരിയാണ്. അരവരി കൊണ്ട് ഇതിനെ മുഴുവൻ. ഇപ്പം നമ്മളൊരു സംഭവം പറയാമല്ലോ നമുക്ക് വേണമെങ്കിൽ. ഞാൻ ഇന്നലെ ഇങ്ങനെ പോയി, അങ്ങനെ അതായി ഇതായി വണ്ടി ഇടിച്ചു, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം പറയാം. എന്നിട്ട് പറയാം, ഞാനൊരു സ്വപ്നം കണ്ടതായിരുന്നു, സ്വപ്നത്തിലായിരുന്നു ഇതെല്ലാം എന്ന് പറയുമ്പോൾ ആ സംഭവങ്ങളെല്ലാം അപ്രത്യക്ഷമായി, അതിന് നിലനിൽപ്പില്ലാത്തതാവുന്നു. അതുപോലെ ഒരു ഉദാഹരണ സഹിതം ഇവിടെ കർമ്മങ്ങളുടെ ഒട്ടലില്ലായ്മയെക്കുറിച്ച്, സംഘമില്ലായ്മയെക്കുറിച്ച്, കൃഷ്ണൻ്റെ എല്ലാറ്റിൻ്റെയും ലീലയുടെ രഹസ്യം പറയുന്നുണ്ട്.
കൃഷ്ണലീലയുടെ രഹസ്യം. എന്താണ് ആ കൃഷ്ണലീലയുടെ രഹസ്യം? പറയുന്നത്, ഏവം പരിഷ്വംഗ കരാഭിമർശ സ്നിഗ്ധേക്ഷണോദ്ധാമ വിലാസഹാസൈ രേമേ രമേശോ വ്രജസുന്ദരീഭി യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമ. ശ്ലോകത്തെ പദച്ഛേദം ചെയ്ത് അതിനെ ശബ്ദാർത്ഥം പരിശോധിക്കേണ്ടതാണ്. ഏവം, ഇപ്രകാരം. എന്താണ്? പരിഷ്വംഗ കരാഭിമർശ വിലാസഹാസൈഹി. കൃഷ്ണൻ ഈ സ്ത്രീകളെ ആലിംഗനം ചെയ്യുന്നു, സ്വകരം കൊണ്ട് ആലിംഗനം ചെയ്യുന്നു, അവരെ സ്പർശിക്കുന്നു. വിലാസഹാസൈഹി, അനുരാഗത്തോടു കൂടിയിട്ടുള്ള കണ്ണ് ഇറുക്കി കണ്ണ് കൊണ്ട് നോക്കുന്നു, അതുപോലെ ചുംബിക്കുന്നു, ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തു. പരിഷ്വംഗ കരാഭിമർശ വിലാസഹാസൈഹി. എന്താണ് ഇതൊക്കെ ചെയ്തത്? എങ്ങനെയാ പറയുക? യഥാ അർഭക. അർഭക എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി. യഥാ, എപ്രകാരം? സ്വപ്രതിബിംബ വിഭ്രമ, തൻ്റെ പ്രതിബിംബത്തെ ഒരു കണ്ണാടി ചെറിയ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആ കണ്ണാടിയിൽ കുട്ടിയെ കാണും. ഒരു കുട്ടി ഉമ്മ വയ്ക്കും, കുട്ടി ചിരിക്കും, കുട്ടി കെട്ടിപ്പിടിക്കും. എന്തൊക്കെയാണോ കൃഷ്ണൻ ഈ ഗോപികമാരിൽ ചെയ്തത് അതൊക്കെ ഈ കുട്ടി ചെയ്യും. എന്തിനോട്? തൻ്റെ പ്രതിബിംബത്തോട്. കുട്ടിക്ക് അതിന് വേണ്ടത്ര ബുദ്ധിയൊന്നും ഉറച്ചിട്ടില്ല. ഈ പ്രതിബിംബം കണ്ടാൽ ചിലപ്പോൾ നായയൊക്കെ കുറയ്ക്കാറുണ്ട്. പൂച്ച പെട്ടെന്ന് കണ്ണാടി കാണിച്ചു കഴിഞ്ഞാൽ ഒരു നിൽപ്പുണ്ട്. അപ്പം ഈ കുട്ടി ഇതെല്ലാം ചെയ്യുന്നത് ഏതുപോലെയാണ്? സ്വപ്രതിബിംബ വിഭ്രമ യഥാർഭക, കൊച്ചുകുട്ടി. അതുപോലെ രമയുടെ ഈശനായിട്ടുള്ള ഭഗവാൻ ലക്ഷ്മി വല്ലഭൻ വ്രജസുന്ദരീഭി, വ്രജത്തിലെ സുന്ദരികളോട് രമിച്ചു. അപ്പൊ കുട്ടി ഒരു കണ്ണാടിയിൽ തൻ്റെ തന്നെ പ്രതിബിംബത്തോട് കാണിക്കുന്നത് പോലെ എന്ന് പറയുമ്പം, അതുകൊണ്ടാണ് അതിന് രാസലീല എന്ന് പറയുന്നത്. രസോ വൈ സഹ എന്ന് പറയാറുണ്ട്. അവനാണത്, ആ രസം. അപ്പം അത് മുഴുവൻ നിരാകരിക്കപ്പെടുന്നു. എവിടെയാണ് അത് നിരാകരിക്കപ്പെടുന്നത്? ആ ഒന്നെന്ന ഭാവത്തിൽ. പിന്നെ അവിടെ കർത്തൃത്വത്തോട് കൂടിയിട്ടുള്ള കർമ്മങ്ങൾ അവിടെ ഇല്ല. ഇങ്ങനെ കർത്തൃത്വമൊഴിഞ്ഞ കർമ്മങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ, ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നമ്മളിൽ സംശയം ഉണ്ടാക്കുന്ന വിധത്തിലാണ് അത് മുഴുവൻ കാണിച്ചിരിക്കുന്നത്. അവിടെയൊന്നും നമ്മൾ ലൗകിക നിയമങ്ങളിലൂടെ അതിനെ കാണാൻ ശ്രമിക്കരുത്. അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് വ്യാസരൊക്കെ തന്നെ ഇതിന് പറയുന്ന ഗ്രന്ഥിം നിവേശയേത്. ഞാൻ ഈ ഗ്രന്ഥത്തിന് ഗ്രന്ഥി ഇട്ടിട്ടുണ്ട്, കെട്ടിട്ടിട്ടുണ്ട്, ആ കെട്ട് നിങ്ങൾ അഴിക്കേണ്ടതുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണോ നാട്ടുനടപ്പില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കാണിക്കുക. അത് വലിയ കോൺട്രഡിക്ഷനായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ നമ്മൾ രാവണന് സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതാണ് നമ്മുടെ ഈ അല്പബുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഏടാകൂടങ്ങളിലേക്ക് പോയി ചാടുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ചമ്പൂകൻ്റെ വധം, രാമൻ വധിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മളതിലെ രാമൻ എത്രയായാലും ശുദ്ധ തെമ്മാടിത്തരാണ് ചെയ്തതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടെ ചമ്പൂകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല.
അപ്പം ഈ ലൗകിക നിയമങ്ങളെ തിരസ്കരിക്കുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിന് എപ്പോഴൊക്കെ എവിടെയൊക്കെയാണോ ഉണ്ടാകുന്നത് അവിടെ ആധ്യാത്മിക മൂല്യങ്ങളിലൂടെ നമ്മളെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇത് കഥ ചമച്ചവർക്ക് എന്തിനാ ഇങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ ഇവരുടെ പേരിൽ കെട്ടിയുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? നമ്മളതുകൊണ്ടാണ് പറയണത്. നമുക്ക് എന്താണെന്നറിയോ, നമ്മളെപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഓരോ സിനിമാ നടന്മാർ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആളുകളായിട്ട് മാറിയിട്ടുണ്ടാവും. അത് മലയാള സിനിമയിൽ മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയിട്ടുള്ള നായക വേഷത്തിൽ അഭിനയിക്കുന്നവർ. മറ്റ് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട്. ഇംഗ്ലീഷൊക്കെ മാറ്റി വയ്ക്കാം, ഇംഗ്ലീഷിലൊന്നും ആ പ്രശ്നമില്ല. ഇംഗ്ലീഷിലൊരു സൂപ്പർ സ്റ്റാർ, അത് മെയിൽ ഓർ ഫീമെയിൽ, വേണമെങ്കിൽ നെയ്ക്കഡായിട്ട് നടക്കുന്നത് അവർ കാണിക്കും. രണ്ടുപേരും, അവർക്കതൊന്നൊരു വിഷയമല്ല. അവരെന്താണോ ആ കഥാപാത്രം എന്താണ്, ആ കഥാപാത്രം അത് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ഫാൻസിനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് സ്ക്രിപ്റ്റ് രചിക്കുന്നത്. അങ്ങനെ ഒരുപാടൊന്നും തല്ല് കിട്ടി നമ്മുടെ നായകൻ മരിച്ചു പോകുന്നൊരു സിനിമയൊന്നും ഉണ്ടാവില്ല. തല്ലൊക്കെ മേടിക്കാം, പക്ഷെ തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുത്ത് പകരം വീടണം. അപ്പം നമ്മുടെ ഈ ഫാൻസ് അസോസിയേഷനാണ് നമ്മൾ, അതിൽ പെട്ടവരാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കൃഷ്ണനും രാമനും ഒക്കെ ഫാൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാമനിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ സഹിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്തുണ്ടാക്കും, വേറെ ഓരോന്നുണ്ടാക്കും. അങ്ങനെ വലിയ പ്രശ്നമാണ്. ഈ സീത എന്ന് പറയുന്ന ഒരാളെ രാവണൻ കട്ടുകൊണ്ടുപോയിട്ടില്ല എന്ന് എല്ലാ രാമായണത്തിലും ഉണ്ട്. എന്നാലും നമ്മൾ ഇടയ്ക്ക് പറയും അത് മായാസീതയാണെന്ന്. അപ്പോൾ അത് ഏതാണ് ഈ മായാസീത? അതാ പറഞ്ഞു, ഇതിൻ്റെ ഫലത്തിലൂടെ അല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാണ് ആ സംശയത്തിനുള്ള ഒരു മറുപടി. പിന്നെ ഉള്ളത് ഈ കർമ്മത്തിൻ്റെ അധിഷ്ഠാനത്തെക്കുറിച്ച് പറയുമ്പം അതിൽ ദൈവം എന്ന് പറയുന്ന, നമ്മൾ ദൈവം എന്ന് പറയുന്ന ഈ ശിവകാശി കലണ്ടറിലെ ദൈവത്തെക്കുറിച്ചല്ല വേദാന്ത ശാസ്ത്രത്തിൽ ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അത് നമ്മുടെ സെൻസസ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം അത് വേദാന്തത്തിൽ ഇപ്പോൾ സാങ്ഖ്യദർശനം വഴിയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം അതിൽ വേദാന്തം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. തത്വബോധത്തിൽ വരുന്നതാണ്. ഭഗവത്പാദർ പറഞ്ഞു, അത് ചതുർവിംശതി തത്വപ്രകാരം വക്ഷ്യാമഹ. 24 തത്വ രീതിയിൽ പറയാം. ഇതൊരു ഭാഗം പറയാം, നമുക്ക് വേണ്ട ഭാഗമാണ് പറയുന്നത്. അങ്ങനെ പറയാം എന്ന് പറയാം. എന്നിട്ട് പറയണം, ഇത് മുതലാണ് നമുക്ക് വേണ്ടത്. ഇത് മുഴുവൻ വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ മുഴുവൻ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഇപ്പം തൽക്കാലം നമുക്ക് ഇതിങ്ങനെ പോയാൽ ഗീത തീരില്ല, കൊല്ലങ്ങളെടുക്കും. അങ്ങനെ ഇങ്ങനെ പോയാൽ നമുക്കതും തീർക്കണമല്ലോ. എന്നിട്ട് അടുത്തയിലേക്ക് കടക്കാം. അപ്പോൾ അത് ചതുർവിംശതി തത്വവിവേകപ്രകാരം വക്ഷ്യാമഹ, ഞങ്ങൾ 24 തത്വപ്രകാരം പറയാം എന്ന് പറഞ്ഞിട്ട് പറയാണ്, ബ്രഹ്മാശ്രയ സത്വരജ തമോ ഗുണാത്മിക മായ അസ്തി. നമ്മൾ പഠിക്കേണ്ടതാണ്. എന്താണ് ബ്രഹ്മാശ്രയ? ബ്രഹ്മത്തെ, പരമമായ സത്യത്തെ ആശ്രയിച്ചുകൊണ്ട് സത്വരജ തമോ ഗുണങ്ങൾക്ക് ഗുണാത്മികയായ ആ സമ്മിശ്രമായ മായ അസ്തി, മായ ഉണ്ട്. അപ്പം മായ എന്ന് പറയുന്ന ഒന്നിനെ പറയുക. എന്താ മായ എന്നൊക്കെ പറയും. മായ അസ്തി, മായ ഉണ്ട്. അതിൽ നിന്ന് തഥ ആകാശ സംഭൂത, അതിൽ നിന്ന് ആകാശം സംഭവിച്ചു. ആകാശാത് വായു,
ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി. വായു തേജഃ, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി. തേജസ ആപ, തേജസ്സിൽ നിന്ന് ജലമുണ്ടായി. അദ്ഭ്യ പൃഥിവി, ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. ഇത് ഉപനിഷത്തിൽ പറയുമ്പോൾ ഇങ്ങനെ തന്നെ ഉപനിഷത്തിൽ പറയുന്നത്. ഏതസ്മാത് ആത്മന ആകാശ സംഭൂതഃ, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപ, അദ്ഭ്യ പൃഥിവി, പൃഥിവ്യോരോഷധയഃ. പിന്നെ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ അദ്ഭ്യ പൃഥിവി ഇത്രയും പറഞ്ഞു. മറ്റേ ഉപനിഷത്തിൽ പറയുമ്പം പിന്നെ എന്താണ്, ഈ സസ്യലതാദികൾ, ഭൂമിയുണ്ടായി, പിന്നെ വൃക്ഷങ്ങളുണ്ടായി, ഔഷധികളുണ്ടായി. ഈ സസ്യലതാദികളുടെ ഫലമൂലാദികളുണ്ടായി. അതിൽ നിന്ന് ജീവവർഗങ്ങൾ, മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഈ അന്നം നിന്ന്, അന്നത്തിൽ നിലനിന്ന് അതങ്ങനെ പോകുന്ന ഒരു ചക്രത്തെക്കുറിച്ച് പറയുന്നു. അവിടെയാണ് അണ്ഡജ, ഉദ്ഭിജ, സ്വേദജ, ജരായുജ, ജീവജ എന്ന് പറയുന്ന 5 പ്രകാരത്തിലുള്ള ജീവജാലങ്ങൾ. മുട്ട പൊട്ടിയുണ്ടാവുന്നത് അണ്ഡജം, ഉദ്ഭിജം ഭൂമി പിളർന്ന് ഉണ്ടാവുന്നത് സസ്യലതാദികൾ, സ്വേദജം വിയർപ്പ് ഫംഗസിൽ നിന്നുണ്ടാകുന്നത്, ഊഷ്മജം അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്നത്, ജലത്തിൽ നിന്നുണ്ടാകുന്നത്. ഇങ്ങനെ പഞ്ചമഹാഭൂതങ്ങൾക്കനുസരിച്ച് അതിനെ ആശ്രയിച്ചു കൊണ്ടുള്ള ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ പറയും. ഇവിടെ നമ്മുടെ സെൻസസിനെ കുറിച്ച് പറയുന്നു. അതാണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ അത് പറയുകയാണ്. ഏതേഷാം, ശ്രദ്ധിക്കണം, ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സാത്വികംശാത് ശ്രോത്രേന്ദ്രിയം സംഭൂതം. അപ്പം ഈ പഞ്ചതത്വങ്ങളിൽ നിന്ന്, പഞ്ചതത്വങ്ങളുടെ ഇടയിൽ എന്താണ് ഇവിടെ പഞ്ചതത്വങ്ങൾ എന്ന് പറഞ്ഞത്? ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം. അപ്പം ഈ ആകാശത്തിനും വായുവിനും ഭൂമിക്കും ജലത്തിനും ക്ഷമിക്കണം, 3 ഭാവങ്ങളുണ്ട്, 3 ഗുണങ്ങൾ ഇതിനുമുണ്ട്. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. അതിനെന്തുണ്ട്? സാത്വികവും രാജസികവും താമസികവും. അതുകൊണ്ട് ഈ രാജസികം, താമസികം, സാത്വികം എന്ന് പറഞ്ഞാൽ കൂടിയത് കുറഞ്ഞത് എന്നുള്ള രീതിയിലല്ല മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ, ഈ പഞ്ചതത്വങ്ങളുടെ ഇടയിൽ ആകാശത്തിൻ്റെ സാത്വികംശാത്, സാത്വികംശത്തിൽ നിന്ന് ശ്രോത്രേന്ദ്രിയം സംഭൂതം. ശ്രോത്രം, കാത്. കാത് എന്ന് പറഞ്ഞാൽ ഈ മാംസദളമായ കാത് എന്ന് മാത്രമല്ല, കേൾവി സംഭവിക്കുന്ന ആ പ്രക്രിയ. അതെന്താ? ആകാശം, സ്പേസ്, അതിലാണ് ഈ സംഭവം നടക്കുന്നത്. ശബ്ദം. അപ്പം ഇതെപ്പോഴും നമ്മൾ ചെവി അടഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ലല്ലോ. അപ്പം ഈ കാത് ഈ സമഷ്ടി ടോട്ടാലിറ്റിയിലെ ആകാശവുമായി സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ഒരു ഉയരം കഴിഞ്ഞാൽ ചെവി അടയും, പിന്നെ ഒരു രക്ഷയില്ല, നമുക്കൊന്നും കേൾക്കില്ല. അപ്പോൾ നമ്മൾ മൂക്ക് പൊത്തിപ്പിടിച്ച് പ്രഷർ എയറിനെ തള്ളിവിടാൻ ശ്രമിക്കുമ്പോൾ അത് തുറക്കും. അതിനെ ശരിക്കും ചോക്ലേറ്റ് വരുന്ന ഇങ്ങനെ ചവയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതാക്കണം, ആ എക്സസൈസ് ചെയ്താൽ ഇത് തുറക്കും. കുട്ടികൾ കരയുന്നത് അതിൻ്റെ ഒരു പ്രകൃതിദത്തമായതാണ്. കരയുമ്പോൾ ഇത് തുറക്കും, ശരിയായിക്കോളും. ഈ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും കുട്ടികളെല്ലാം കാണാം, ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ്. ചിലർ വിചാരിക്കുന്നത് എന്തിനാ ഈ കുട്ടി ഇങ്ങനെ കരയണമെന്ന്. അപ്പോൾ അതിന് ആദ്യം ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ച് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇയർ പ്ലഗ് വെക്കണം. അപ്പോൾ കരച്ചിലാണ് അത് മാറാനുള്ള വഴി. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതൊക്കെ ഏത് നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആകാശത്തിന് ഈ 3 ഭാവങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സാത്വികവും രാജസികവും താമസികവും. അതിൽ നിന്ന് ഇതിനെ സൃഷ്ടിച്ചെടുത്തു. നല്ല സയൻസാണ്. ഇതിൻ്റെ ഇക്വേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ യുക്തിവാദികൾ ചിലപ്പം ചോദിക്കുകയായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ജോലിയാണ്,
അന്വേഷിക്കേണ്ടത്. ഈ ആശയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സാത്വികാംശാത് ശ്രോത്രേന്ദ്രിയം സംഭൂതം. അപ്പം നമ്മുടെ കാത് ഈ ആകാശത്തിൻ്റെ സാത്വികമായ ഭാവം കൊണ്ടാണ്. അപ്പോൾ ഈ ആകാശം, സ്പേസ് പൊല്യൂട്ടഡ് ആയാൽ നമ്മുടെ കേൾവിയും പ്രശ്നമാണ്. തുടർന്ന് വായോഹോ സാത്വികാംശാത് ത്വകിന്ദ്രിയം സംഭൂതം. ഇതുപോലെ വായുവിൻ്റെ സാത്വികാംശം കൊണ്ടാണ് നമ്മുടെ ത്വക്കിന്, ഈ ത്വക്കിലാണ് എന്ത്, നമ്മുടെ സ്പർശം, അതൊക്കെ ഇവിടെ വരുന്നതാണ്. ഓരോരോ ഇന്ദ്രിയങ്ങളുടെ വിഷയം എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വായുവിനെ കൊണ്ടാണ്, വായുവിൻ്റെ സാത്വികാംശം കൊണ്ടാണ്. ഈ തളർവാദം എന്ന് പറയുമല്ലോ, ആയുർവേദത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആയുർവേദത്തിൽ ഇതൊക്കെ പഠിക്കാനുണ്ട് അവർക്ക്. വാദം, പിത്തം, കഫം നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെ ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ ഒരു മാനദണ്ഡം അതാണ്. നമ്മുടെ പ്രകൃതത്തെക്കുറിച്ച് അവർ പറയും. വാദപ്രകൃതം, പിത്തപ്രകൃതം, കഫപ്രകൃതം. ശരീരം ഈ 3 പ്രകൃതങ്ങളാണ്. അതിനനുസരിച്ചിട്ടാണ് ചികിത്സ. ഇന്ന് അലോപ്പതി അതിനെ കുറേ അംഗീകരിക്കുന്നതാണ്. അതൊക്കെ അത് വളരെ പ്രകൃത. എല്ലാ ശരീരവും ഒരുപോലെയല്ല, കാഴ്ചയിൽ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ വായോഹോ സാത്വികാംശാത് ത്വകീന്ദ്രിയം സംഭൂതം. വായുവിൻ്റെ സാത്വികാംശം കൊണ്ട് ത്വക്കിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അഗ്നേഹേ സാത്വികാംശാത് ചക്ഷുരീന്ദ്രിയം സംഭൂതം. അഗ്നിയുടെ സാത്വികാംശം കൊണ്ടാണ് കാഴ്ച എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പോഴും പ്രകാശാവിഷയമായി വരുന്നത്. ജലസ്യ സാത്വികാംശാത് രസനേന്ദ്രിയം സംഭൂതം. ജലത്തിൻ്റെ സാത്വികാംശം കൊണ്ടാണ് രസനയെ സൃഷ്ടിച്ചത്. അതിൽ നിന്ന് മൊത്തം നമ്മൾ പല്ല് ഒക്കെ കാണിക്കാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് ഇങ്ങനെ അവർ ഇതൊക്കെ ഇതാക്കുന്ന സമയത്ത് ഒരു വാക്വം വെച്ച് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുക്കും. സലൈവയെ മൊത്തം, ഉമിനീരിനെ മൊത്തം, അപ്പോൾ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നതിന് മുമ്പ് തന്നെ സലൈവ റെഡിയാവും അതിനെ സ്വീകരിക്കാൻ. അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ അതിലെ ജലത്തിൻ്റെ സാത്വിക അംശം കൊണ്ടാണ് രസമറിയുന്ന രസനയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനെപ്പോഴും ആ അതിൽ തന്നെ കിടക്കണം നാവിന്. ജലസ്യ സാത്വികാംശാത് രസനേന്ദ്രിയം സംഭൂതം. പൃഥിവ്യ സാത്വികാംശാത് ഘ്രാണേന്ദ്രിയം സംഭൂതം. ഭൂമിയുടെ സാത്വികാംശം കൊണ്ടാണ് ഘ്രാണേന്ദ്രിയം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഗന്ധം അറിയുക എന്ന് പറയുന്ന പ്രക്രിയ. ഏതേഷാം പഞ്ചതത്വാനാം സമഷ്ടി സാത്വികാംശാത് മനോബുദ്ധി അഹങ്കാര ചിത്താനി അന്ധക്കരണാനി സംഭൂതാനി. ഈ പഞ്ചതത്വങ്ങളുടെ ആകത്തുകയായിട്ടുള്ള സാത്വികാംശത്തിൽ നിന്ന്, അപ്പോൾ പഞ്ചമഹാഭൂതങ്ങളുടെ സാത്വികാംശത്തിൽ നിന്ന് മനസ്സ്, ബുദ്ധി, അഹംബോധം, ചിത്തം, ചിന്തനകർത്തൃമിതി ചിത്തം എന്ന് പറയുന്ന ഈ അന്ധക്കരണ വൃത്തികളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പം ഈ കർമ്മത്തിൽ ഒരധിഷ്ഠാനമാണ് ഈ ദൈവം എന്ന് പറയുന്നത്. ആ സാധനത്തിനെ നമ്മളിപ്പോൾ വിവരിക്കണം. അതെങ്ങനെയാണ് നമ്മുടെ കർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സട്ടിലായിട്ടുള്ളൊരു സബ്ജക്റ്റാണിത്. അതുകൊണ്ടാണ് ഈ തത്വബോധം നിങ്ങളോട് പറയണമെന്ന് തോന്നിയത്. 1-2 പേര് അത് ആവശ്യപ്പെടുകയും ചെയ്തു, ഫോണിലും വിളിച്ച് ആവശ്യപ്പെട്ടു. എന്നിട്ട് മനസ്സിനെ പറയുകയാണ്, സങ്കല്പ വികല്പാത്മകം മനഃ. മനസ്സിൻ്റെ ജോലി എന്താ? സങ്കല്പങ്ങളും വികല്പങ്ങളെയും ഉണ്ടാക്കുക. നിശ്ചയാത്മിക ബുദ്ധി, നിശ്ചയിച്ചുറപ്പിക്കുന്ന ഘട്ടമാണ് ബുദ്ധി. അഹങ്കർത്ത ഇതി അഹങ്കാര, അത് 5 കാരണങ്ങളിൽ ഒന്നാണ്. ഞാൻ ചെയ്യുന്നവൻ ഞാനാണ് എന്നത്. ചിന്തനകർത്തൃം ചിത്തം, ചിന്തിക്കുന്നത്, ഓർക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ്. തുടർന്ന് പറയുക, മനസ്സോ ദേവതാ ചന്ദ്രമ. അപ്പം മനസ്സിനൊരു അധിഷ്ഠാന ദേവനുണ്ട്. അതാരാണ്? ചന്ദ്രനാണ്. നിങ്ങൾക്കറിയോ ഈ ലുനാറ്റിക് എന്ന് പറയുന്ന രോഗം തന്നെ, ഒരു രോഗത്തിനൊരു പേര് തന്നെ ലുനാറ്റിക് എന്നാണ്. എന്താ കാരണം? ലൂനാറാണ്. ഈ ചിത്തഭ്രമം ഉള്ളവർക്ക്
പൂർണ്ണചന്ദ്രൻ്റെ സമയത്ത് അതിന് കുറേ ശമനം ഉണ്ടാവുന്ന. ഈ കറുത്ത വാവ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട, നമ്മുടെ ഇതിൽ ചന്ദ്രൻ റൊമാൻസിൻ്റെ ആളാണ്. തീർച്ചയായിട്ടും മനസ്സ് അങ്ങനെയാണ്. പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണ്, മനസ്സിനൊരു സന്തോഷമുണ്ടാവും, ഉല്ലാസമുണ്ടാവും. കാരണം മൂപ്പരാണ് അതിൻ്റെ അധിഷ്ഠാന ദേവൻ. മനസ്സോ ദേവത ചന്ദ്രമ. ബുദ്ധേ ബ്രഹ്മ, ബുദ്ധിയുടെ ആളാണ് ബ്രഹ്മ. എന്താ, ആരാണ് ബ്രഹ്മാവ്? എന്താണ്? സൃഷ്ടികർത്താവാണ്. ബുദ്ധിയാണ് എല്ലാം സൃഷ്ടിക്കുന്നവനെ. അഹങ്കാരസ്യ രുദ്രഹ, രുദ്രൻ അഹങ്കർത്തൃത്വത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ഞാൻ എന്ന് ചെയ്യുന്നവൻ എന്നുള്ളവനാണ്. അതിൻ്റെ ദേവനാരാണ്? രുദ്രനാണ്. ചിത്തസ്യ വാസുദേവ, ചിത്തത്തിൻ്റെ ദേവൻ, അധിഷ്ഠാന ദേവൻ വാസുദേവനാകുന്നു. ഇങ്ങനെ ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ, ഈ പഞ്ചതത്വങ്ങളുടെ മധ്യത്തിൽ ആകാശസ്യ രാജസംശാത്, ആകാശത്തിൻ്റെ രജോഗുണം കൊണ്ട്, ആകാശത്തിൻ്റെ സത്വഗുണം കൊണ്ടാണ് ശ്രോത്രേന്ദ്രിയത്തെ സൃഷ്ടിച്ചതെങ്കിൽ, ഇപ്പോൾ പറയണു ആകാശത്തിൻ്റെ രജോ ഗുണം കൊണ്ട് രാജസംശാത് വാഗിന്ദ്രിയം സംഭൂതം, വാക്ക് ഉണ്ടാക്കുന്നത് അവിടെ നിന്നാണ്. അതിന് പര, പശ്യന്തി, മധ്യമ, വൈഖരി ഇതൊക്കെ ഉണ്ടല്ലോ വാക്കുകൾ വരുന്നത്. അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായത് നമ്മൾ അത്ഭുതപ്പെടുന്ന. അത് നിങ്ങൾ ഈ ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ചികിത്സാവിധികളൊക്കെ വരുന്നുണ്ട്. ഈ ഗുരു നിത്യചൈതന്യ എഴുതി സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബൃഹദാരണ്യകം മധുകാണ്ഡത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം അത് എഴുതുന്ന സമയത്ത് നമ്മുടെ തൃശ്ശൂരിലെ തെക്കേമഠം വൈദ്യമഠത്തിനാണ് അതിന് സമർപ്പിക്കുന്നത്. ഇവർക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുന്നത് വൈദ്യമഠത്തിൻ്റെ ചികിത്സ കൊണ്ടാണ്, ആയുർവേദം കൊണ്ടാണ്. എന്തായാലും ഈ ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ രാജസാംശാത് വാഗിന്ദ്രിയം സംഭൂതം. വായുവിൻ്റെ രാജസംശം കൊണ്ട് പാണീന്ദ്രിയം സംഭൂതം, കൈകളെ സൃഷ്ടിച്ചു. വന്നേഹെ, അഗ്നിയുടെ രാജസംശാത് പാദേന്ദ്രിയം സംഭൂതം, കാലുകളെ സൃഷ്ടിച്ചു. ജലസ്യ രാജസംശാത് ഉപസ്ഥേന്ദ്രിയം സംഭൂതം, ജലത്തിൻ്റെ രാജസംശത്തിൽ നിന്ന് നമ്മുടെ ജനനേന്ദ്രിയം സൃഷ്ടിച്ചു. പൃഥിവ്യ രാജസംശാത് ഗുദേന്ദ്രിയം സംഭൂതം, മലദ്വാരത്തെ സൃഷ്ടിച്ചത് ഭൂമിയുടെ രജോ ഗുണത്തിൽ നിന്നാണ്. ഏതേഷാം സമഷ്ടി രാജസംശാത്, ഈ പഞ്ചമഹാഭൂതങ്ങളുടെ സമഷ്ടി രജോ ഗുണത്തിൽ നിന്ന് പഞ്ചപ്രാണാഹ സംഭൂതം, ആ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇതിന് ഏതേഷാം പഞ്ചതത്വാനാം താമസാംശാത് പഞ്ചീകൃത പഞ്ചമഹാഭൂതാനി ഭവന്തി. ഇങ്ങനെയാണ് പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചീകരിക്കപ്പെടുന്ന ഒരവസ്ഥ. അപ്പം നമ്മളിപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? ആകാശവും വായു, അഗ്നിയും ജലവും ഉണ്ട്. എല്ലാറ്റിലും നമ്മൾ അതിനെ അങ്ങനെ ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് 2 ഭാവങ്ങൾ വേറെയുണ്ട്. 3 ഭാവങ്ങൾ സത്വരജ തമോ ഗുണങ്ങൾ കൂടാതെ പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളും അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളും. ഈ അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളെയാണ് തന്മാത്ര എന്ന് പറയുക. അത് മാത്രം, ആകാശം മാത്രം, വേറെ ഒന്നുമില്ലാത്തത്. വായു മാത്രം, അഗ്നി മാത്രം, തന്മാത്ര. ഇങ്ങനെ ഈ ഒരു ഇതിനെക്കുറിച്ച് അങ്ങനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ സാമാന്യമായ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഗീതയിലേക്ക് വരാം നാളെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി
ശാന്തി അറിവ്.